സംസ്ഥാനത്ത് മഴ തുടങ്ങും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഹാഷ്മി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അപ്പം കാലവർഷത്തിന്റെ ശക്തി കുറയുകയാണോ? കാലവർഷത്തിന്റെ ശക്തി കുറയുന്നതല്ല, അതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ തന്നെ അലക്സ് റാമോദ് പറഞ്ഞായിരുന്നു ഇന്ന് മുതൽ മഴയുടെ ശക്തി ഒന്ന് കുറയും, അതേസമയം തന്നെ പിന്നെ ബാക്കി ദിവസങ്ങളിൽ മഴ തുടരും. കാലവർഷം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ശക്തി കുറയും എന്നാണ്. അതൊരു ചെറിയ ആശ്വാസമാണ്. ഇപ്പൊ വെയിലാകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര വെയിൽ, മഴ എന്തോരം മഴയാന്ന് ചോദിക്കും. ഇന്നിപ്പോ 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനാണ് സാധ്യത. ദീപക് ധർമ്മടം കോഴിക്കോടും ചെയ്യുന്നു. ദീപക്, കോഴിക്കോട് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു മഴ ഉണ്ട് എന്ന് രാവിലെ പറയുന്നത്. എന്തായാലും കമന്റ് ബോക്സിൽ അവധിയുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നില്ല. കാര്യം എവിടെ കാര്യവും മഴയില്ലെന്ന് തോന്നുന്നു. എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? ദീപക്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. കോഴിക്കോട് കാലത്ത് തന്നെ മഴയുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ നല്ല മഴയാണ്. ഇപ്പോൾ മഴ ചെറുതായി പെയ്യുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ബാലുശ്ശേരി, വടകര, അതുപോലെ മലയോര മേഖലകൾ, താമരശ്ശേരി, കൂരാച്ചുണ്ട് മേഖലകളിലെല്ലാം മഴ ശക്തമായി പെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ മലബാറിൽ പൊതുവിൽ വലിയ തോതിൽ മഴ എല്ലാ ജില്ലകളിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ ഈ യെല്ലോ അലർട്ട് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. പക്ഷേ എന്നാൽ അല്പം മുൻപ് ഞാൻ പ്രദീപ് നാരായണൻ കാസർഗോഡ് പ്രതിനിധിയായി സംസാരിച്ചപ്പോൾ അവിടെ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ പ്രഭാതത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാൽ കോഴിക്കോടാണെങ്കിൽ മഴ ശക്തമായുണ്ട്. മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മഴയുണ്ട്, വയനാട്ടിൽ ചിലയിടങ്ങളിൽ മഴയുണ്ട്, കണ്ണൂരിലും ചിലയിടങ്ങളിൽ, തലശ്ശേരി മേഖലകളിൽ മഴയുണ്ട്. പുലർച്ചെ മഴ പെയ്യുന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ പൊതുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ഈ 5 ജില്ലകളിലും മഴ ശക്തമായി തുടരാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മത്സ്യബന്ധനത്തിന് ആരും പോകരുത്. കാരണം കടൽ പ്രക്ഷുബ്ധമാകും. കേരള ലക്ഷദ്വീപ് തീരത്തിൽ അപകടകരമായ സാഹചര്യമാണുള്ളത്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വടകര മേഖലയിൽ ഇന്നലെ രാത്രിയിലും ഇടിമിന്നൽ ഉണ്ടായിരുന്നു. ചില പ്രദേശങ്ങളിൽ ചില ചെറിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. വയനാട് പ്രത്യേകിച്ച് മുൻകാലങ്ങളിലെ ദുരന്തത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൺട്രോൾ റൂം സജീവമായി പ്രവർത്തിക്കുന്നു. ഏതായാലും മഴയിൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് രാവിലെ മഴയുണ്ട്. കൊല്ലം, കൊട്ടാരക്കര നല്ല മഴയാണെന്ന് പറയുന്നു. അതുൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തീർന്നില്ല. മഴ തുടങ്ങി എരുമേലി ആതിരസുയിത്ത് പറയുന്നു. അങ്ങനെ പെരുമഴ പെയ്ത വടക്കം പാർവൂരിൽ ഇന്ന് രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. ശ്രീരാമോന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴയൊക്കെ ഉണ്ട്. എൻ്റെ അവിടെ മഴയില്ല എന്ന് സജീവ് പറയുന്നുണ്ട്. സജീവിൻ്റെ അവിടെ അറിഞ്ഞുകൂടാ. തൊടുപുഴ, ഉടുമ്പന്നൂർ ഇപ്പോൾ മഴയില്ല. കൊല്ലം, കല്ലടയിൽ ശക്തമായ മഴ പെയ്യുന്നു പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ എവിടെ കണ്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു പെരുമഴ പെയ്ത്ത് കാണാനില്ല. അതുകൊണ്ട് ഏതെങ്കിലും ജില്ലകളിൽ അവധിയില്ല കേട്ടോ. പ്രേക്ഷകർക്ക് മഴ വാർത്തകളും ദൃശ്യങ്ങളും അയക്കാം. ആ നമ്പർ കൂടി നൽകുകയാണ്: 6235968937. 6235968937. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഴ വാർത്തകളോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പടയൊന്ന് എടുത്ത് അതിലോട്ട് ഗ്രൂപ്പിലോട്ട് നിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സാപ്പിലോട്ട് നിട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരിൽ നിന്ന് വാർത്ത എടുത്ത് പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രത്യേക സംവിധാനമാണത്. 6235968937. പെട്ടെന്നാവട്ടെ. പ്രക്ഷേപണ യോഗ്യമാണെങ്കിൽ, അതിലെന്തെങ്കിലും കൗതുകമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ദൃശ്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.